ഹായ് നന്ദൂസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇങ്ങനെ ഒരു ഡേ മൈ ലൈഫിൻ്റെ തുടക്കമൊക്കെ എടുത്തിട്ട് കുറേ നാളായിട്ടാണ്. ഇപ്പം എനിക്ക് തോന്നണേ ഞാൻ പ്രഗ്നൻ്റ് ആയതിൻ്റെ ശേഷം ഇങ്ങനെ ഒരു ഡേ മൈ ലൈഫ് ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായി കുറേ നാളായിട്ടൊരു ഡേ മൈ ലൈഫൊക്കെ എടുക്കണമെന്ന്. അപ്പോൾ ഒരു 3 മാസമൊക്കെ ഉണ്ടാവും ഇപ്പോൾ ഡേ മൈ ലൈഫൊക്കെ എടുത്തിട്ട്. ആരോഗ്യമൊന്നും ശരിയായിട്ടൊന്നുമില്ല, എന്നാലും ഞാൻ വിചാരിച്ചു ഒന്ന് എടുത്ത് നോക്കാം, പറ്റുന്നിടത്തോളം പറ്റട്ടെ എന്ന് വെച്ചു. ഇന്നാളും ഇതേപോലെ ഒരു വീഡിയോ എടുത്ത് വെച്ചതാണ്, പക്ഷേ ഫുള്ളാവാത്തതുകൊണ്ട് പിന്നെ അതെടുക്കാനും ഇടാനൊന്നും പറ്റിയില്ല കേട്ടോ. പിന്നെ ഇന്നത്തെ അവസ്ഥ എന്ന് വെച്ചാൽ വലിയ നല്ല ദിവസമൊന്നുമല്ല. ഇന്നലെ മിഞ്ഞാന്ന് തൊട്ടിട്ട് ഏട്ടന് തൊണ്ടവേദനയും പനിയാണ് കേട്ടോ. തൊണ്ടവേദന എന്ന് വെച്ചാൽ ടോൺസിൽസ് ഉണ്ട്, അപ്പോൾ അതിൻ്റേതായ പഴുപ്പും പനിയൊക്കെ ആയിരുന്നു. അപ്പോൾ മിഞ്ഞാന്ന് പോയി നമ്മൾ ഡോക്ടറെ കാണിച്ചു, എന്നിട്ട് കുറഞ്ഞില്ല. നമ്മളിവിടെ അടുത്ത് കാണിച്ചപ്പോൾ അവിടുത്തെ മരുന്ന് അത്ര കാര്യമില്ലാത്തതുകൊണ്ട് അത് കുറഞ്ഞില്ല. അത് കഴിഞ്ഞ് ഇന്നലെ രാവിലെ ഉച്ചയ്ക്കാകുമ്പോൾ ഡോക്ടറെ കാണിച്ചു, ഹോസ്പിറ്റലിൽ പോയിട്ട്. അതും കുറയാണ്ടല്ല, മരുന്ന് കഴിച്ചിട്ടുണ്ടായി, ഒരു നേരത്തെ കഴിച്ചിട്ടുള്ളൂ. അപ്പോഴേക്ക് രാത്രി നല്ല പനി. അമ്മ അച്ഛനും ഷോപ്പൊക്കെ അടച്ച് വരുമ്പോഴേക്കും നല്ല ചൂടുള്ള പനിയായപ്പോൾ അമ്മ പറഞ്ഞു അന്ന് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞ് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രിപ്പൊക്കെ ഇട്ട് ഇഞ്ചക്ഷനൊക്കെ അടിച്ച് വന്നപ്പോഴാണ് ഒന്ന് പനിയൊക്കെ കുറഞ്ഞത് കേട്ടോ. അപ്പോൾ ഏട്ട അവിടെ ഭയങ്കരമൊക്കെ ഇപ്പോൾ ഇവിടെ നെഞ്ച് പോയിട്ട് അവിടെ ഹോളിൽ കിടന്നിട്ടുണ്ട്. തീരെ വയ്യാട്ടാ. അപ്പോൾ കുടുക്കനും കുണിക്കൊക്കെ സ്കൂളിൽ പോയി. ഇന്നലെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ തന്നെ ഒരു 1 മണി 2 മണിയൊക്കെ ആയിട്ടുണ്ടായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് അമ്മ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായില്ല, പുറത്തുനിന്ന് വാങ്ങാട്ടെ. അപ്പോൾ ഇവിടെ ഒരാളുടെ അവസ്ഥ വെച്ചിടാം. ഇതെന്താണ് എങ്ങനെയുണ്ട് പനി? ഇന്നലെ രാത്രി 101 ഡിഗ്രി ആയിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ട്രിപ്പ് ഇട്ടിട്ടും അത് കുറഞ്ഞിട്ടുണ്ടായില്ല. ഞാൻ പിന്നെ ഹോസ്പിറ്റലിൽ ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വണ്ടിയിലിരിക്കുന്നുണ്ട്. അമ്മ കൊണ്ടുപോയി കാണിച്ചു, എന്നിട്ടും ട്രിപ്പ് ഇട്ടിട്ടും കുറഞ്ഞിട്ടുണ്ടായില്ല. പിന്നെ രാത്രി വന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കിടന്നപ്പോൾ ഒന്ന് കുറഞ്ഞു. ഇപ്പം പിന്നെ അധികം ചൂടില്ല, ചെറിയ ചൂടുള്ളൂ. ഞാൻ ഇടയ്ക്ക് തൊട്ട് നോക്കിയപ്പോൾ ഇപ്പം ചെറിയ ചൂടുള്ളൂ. ഇപ്പം സാധാ പനീര് മരുന്ന് കഴിച്ചാൽ മതി, ഡോസുള്ള മരുന്ന് കഴിക്കണ്ട. രാത്രി 3 മരുന്ന് കഴിച്ചിട്ടാണ് പനിയൊന്നും മാറിയത്. ഹോസ്പിറ്റലിൽ നിന്നും ഗുളിക ഒന്നും വേണം, ഇവിടുന്ന് കഴിച്ചിട്ടാണ് പോയിണ്ടായി. പിന്നെ ട്രിപ്പ് വിട്ടിട്ടാണ് പനി കുറഞ്ഞു. ഇന്ന് സാധാ മരുന്ന് കഴിച്ചാൽ മതി പനിയുടെ, അത്ര പനിയുള്ളൂ. അപ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നണം അത്രയും തൊണ്ട പഴുത്തിട്ടുണ്ട്. പക്ഷെ ഡോക്ടർ മിഞ്ഞാന്ന് തുടങ്ങിയതാന്ന് പറയുമ്പോൾ തന്നെ വിശ്വസിക്കുന്നില്ല. ഇന്നലെ കാണിക്കാൻ പോയപ്പോൾ അതിൻ്റെ തലേദിവസം തുടങ്ങിയതാന്ന് പറയുമ്പോൾ വിശ്വസിക്കുന്നില്ല. എന്ന് വെച്ചാൽ അത്രയും പഴുപ്പായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അല്ലേ ഉഷാറൊക്കെ പോയി. പിന്നെ ആന്റിബയോട്ടിക് കഴിക്കണതാണ് ഏട്ടന്. വിശപ്പില്ലാതെ ഫുഡ് കഴിക്കുന്നുണ്ട്, അതിൻ്റെ ഉഷാറുള്ളൂ. അല്ലാണ്ട് വയ്യ. ചുണ്ടൊക്കെ ഇന്നലെ ഭയങ്കര ചോന്നിരിക്കുന്ന അവസ്ഥയായിരുന്നു. ഇന്നലെ ആണെങ്കിൽ എനിക്കാണെങ്കിൽ ഒടുക്കത്തെ ഛർദി അല്ലേ. ഇന്നലത്തെ അവസ്ഥ ഒരിക്കലും ഭയങ്കര എളുപ്പമില്ലാത്തൊരവസ്ഥയായിരുന്നു. ഭയങ്കര ഛർദിയായിരുന്നു കേട്ടോ എനിക്ക്. ഇന്നലെ രാവിലെ പൊട്ടിട്ട് ഛർദി എന്ന് പറഞ്ഞൂടാ. വെള്ളം കുടിക്കാൻ പോലും പറ്റില്ല. ഒരു കാവശം പൊട്ട് കഴിച്ചപ്പോൾ അത് ഡബിളായിട്ട് പോയത്. എന്ത് കഴിച്ചാലും ഛർദിക്കലായിരുന്നു ഇന്നലെ. അങ്ങനെ ഞാനും ഇന്നലെ ഒരു മരുന്ന് കഴിച്ചിട്ടൊക്കെ തന്നെ കിടന്നുറങ്ങിയത്. ഛർദിയുടെ പറ്റുന്നില്ല ഛർദി. ഇന്ന് അത്ര കുഴപ്പമില്ല തോന്നുന്നു. ഛർദിക്ക് ഇപ്പം വരുന്നില്ല. ഇനി ഫുഡ് കഴിക്കുമ്പോൾ പല്ല് കഴിക്കുമ്പോഴൊക്കെ അറിയുള്ളൂ കേട്ടോ. ഞാനൊരു 10 മണി വരെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഉറങ്ങാറുണ്ട് കേട്ടോ. ഇന്ന് പിന്നെ ഇന്നലെ നല്ല നേരം വയ്ക്കാണ്. ഇന്നലെ നേരത്തെ എണിച്ചു അല്ലേ. നല്ല നേരത്തെ എണിച്ചപ്പോൾ നല്ല ഛർദി ചെയ്തു. അപ്പോൾ വിചാരിച്ചു ഇനി നേരത്തെ എണിക്കണ്ടെന്ന്. നേരത്തെ എണിക്കുമ്പോഴാണ് ഛർദി എന്ന് തോന്നുന്നു. ഏട്ടന് പിന്നെ ഉറക്കം. പിള്ളേരൊക്കെ രാവിലെ തന്നെ പോയിട്ടുണ്ട് കേട്ടോ. അവരെങ്ങനെ എണിച്ച് പോയെന്ന് അറിയില്ല. എന്താ വെച്ചാൽ അവർ നമ്മുടെ കൂടെ ഹോസ്പിറ്റലിൽ വന്നിട്ട് കുണുക്കെന്നലൊക്കെ എടുക്കുമ്പോൾ 1 മണിയായി. അമ്മ അച്ഛനും പിന്നെ ഷോപ്പിൽ പോയി പോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമുക്ക് ഫുഡ് ഇത്ര നാളെ എന്നെ നോക്കിക്കായിരുന്നു. പിന്നെ ഏട്ടനെ നോക്കണം. ഇത്ര നാളെ എന്നെ നോക്കി ഏട്ടന് മതി. ഇപ്പൊ ഞാൻ ഏട്ടനെ നോക്കട്ടെ. ഛർദി അല്ല ഇന്നലെ ഛർദി ചെയ്തു. അത്ര കുഴപ്പമില്ല. ഒരു 9:30 ഉണ്ടാവും. വെളുപ്പിന് കഴിക്കുമ്പോഴാണ് പ്രശ്നം. ഞാൻ നല്ല 8 മണിക്ക് ചൂടാട്ടോളൂ. എന്താണെന്നറിയോ വീഡിയോ എന്താ
എന്താ മരുന്ന് ഇവിടെ മറ്റേ വിക്രം വേദ കളിക്കണം അപ്പുറം ഇരുന്നിട്ട് മരുന്ന് ഇവിടെ ഒരാൾ മരുന്ന് കഴിക്കണ് അവിടെ സൈമണ്ട് ഒരു കിട്ട് മരുന്ന് വേറെ കൊറേ മരുന്നുണ്ട് കേട്ടോ. എന്തല്ലേ എന്റെ മരുന്നൊക്കെ ഞാൻ ബോക്സിലിട്ട് വെച്ച ഡെയിലി കഴിക്കേണ്ടതായതുകൊണ്ട് ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ അതൊക്കെ ബോക്സിലിട്ട് വെച്ചു. ഏട്ടൻ്റെ പിന്നെ 2-3 ദിവസത്തേക്കല്ലോ. അല്ല മൂപ്പര് എന്നോട് കൊറേ ദിവസമായി കുഞ്ഞാ ട്രിപ്പ് ഇടാന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ ഏട്ടാ ഈ ട്രിപ്പ് ഇടാന്ന് പറഞ്ഞ വലിയ സുഖമുള്ള കാര്യമില്ല, സൂചിയോട് കുത്തല പറഞ്ഞ് ഇപ്പൊ 6 ട്രിപ്പ് ഇട്ടു. ഞാൻ ഇന്നലെ ആലോചിച്ച് എനിക്കാണെങ്കിലോ അല്ലെങ്കിൽ ആവശ്യത്തിന് കുത്ത് കിട്ടുന്നുണ്ട്. ഇന്നാള് പോയപ്പോഴും കിട്ടി. അതൊക്കെ ഞാൻ അടുത്ത ഹോസ്പിറ്റലിൽ പോണ വീഡിയോയില് പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക്. പക്ഷെ ഇത്ര നാള് വീഡിയോ എടുക്കല്ലേ, നാള് കുഞ്ഞ ഗുളികയായിരുന്നു. ഈ ഒരു ഗുളികയും പിന്നെ ചെറിയൊരു ഗുളിക ഉണ്ടായല്ലോ രാത്രിക്കും. ഈ വശത്തോട്ട് ഒരു വലിയ ഗുളിക തന്നിട്ടുണ്ട് അയണിന്റെ ഒക്കെ. അത് പക്ഷെ എനിക്ക് അറക്കാനൊരു മടി. അല്ല ചെറിയ ഗുളിക അറക്കാൻ എനിക്ക് വിഷയമല്ല, വലുത് തൊണ്ടയിലിരിക്കുന്നൊരു പേടി. പണ്ട് കൊറേ ഗുളിക കഴിച്ച നാളെ ഞാന്, പക്ഷെ ഇപ്പൊ ഒരു പേടിയാണ് ഗുളിക കഴിക്കാൻ. ഇത് തന്നെയാണ് അയണിന്റെന്ന് തോന്നുന്നു, വിറ്റാമിൻ സി, ഫോളിക് ആസിഡ്. അപ്പൊ ഇതിന് ഫോളിക് ആസിഡ് ഉണ്ടല്ലോ, അപ്പൊ ഞാൻ ഫോളിക് ആസിഡ് വേറെ കഴിക്കുന്നു. കുളിച്ചിട്ട് ഒതുങ്ങാനുള്ള നേരം ഒന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോഴേക്കും നമ്മൾ കുണിക്കിനും കൊണ്ടുവരുന്ന സമയമായി. കുണിക്കിനും കൊണ്ടുവരാൻ മാത്രമായിട്ടല്ല, അല്ലെങ്കിൽ അച്ഛനമ്മയും കൊണ്ടുവരാണ്ട് നമുക്ക് ഇന്ന് അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പോയിരിക്കേണ്ട കുറച്ച് ആവശ്യങ്ങളുണ്ട്. അമ്മയ്ക്ക് അച്ഛനും കുറച്ച് ടൈം പുറത്തൊന്ന് പോയി വരണം. അപ്പോൾ കടയിൽ ആരും ഇല്ലാണ്ടാവില്ലേ, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പോയിരിക്കാന്ന് വെച്ചിട്ടുണ്ട്. ഒരു മണിക്കൂർ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ കുണിക്കിനും കൊണ്ടുവരുന്നത്. ഞങ്ങൾ എപ്പോൾ കൊണ്ടുവരാറിയാലും 2:50 ഞാൻ കുളിച്ച് കഴിയുമ്പോൾ സമയം വൈകണതാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കുളിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ തുമ്മൽ പിടിച്ച്, ചൂടുവെള്ളത്തിലാണ് കുളിച്ചത്, തലൊന്നും കുളിച്ചില്ല. പക്ഷെ തുമ്മൽ പിടിച്ച് വയ്യായ മാറാത്തതിൻ്റെ ആയിരിക്കും. കുണിക്കിൻ്റെ സ്കൂളിൽ നിന്ന് പറഞ്ഞാൽ 3 മണിയാകുമ്പോഴേക്കും വിടും. അങ്ങനെ ഒരു ഇതുണ്ട്. 3:30-ക്കല്ല, 3:30 നമുക്ക് ഇത്തിരിയും കൂടി സമയമുള്ള പോലെ തോന്നും. 3 മണിക്ക് വിടുമ്പോൾ കുറച്ച് ടൈം കുറവ് പോലെ. ഇവിടെ നിന്നാണെങ്കിൽ 10 മിനിറ്റ് ഉണ്ട് അല്ലേ സ്കൂളിലേക്ക്? 10 മിനിറ്റ് 15 ഹിന്ദിയാണല്ലേ? ചെക്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. കിട്ടിയാ കഴിച്ചോ മുത്തേ? ചീത്ത കൂടാ കഴിച്ചോ? കഴിഞ്ഞെന്താണ് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടോ? കട്ട്ലേറ്റ് മാത്രം കഴിച്ചു നോക്കിയാ? കുറച്ച് ദിവസമായില്ലേ കാലിൽ വെച്ചിട്ട്. വേണ്ടായോ? നമുക്ക് ആ വെള്ളത്തിൽ വെക്കാം. ബാ. ഇങ്ങനെ ഏട്ടനെ നല്ലോണം വയ്യാട്ടോ. അപ്പോൾ പനിച്ച് എടുക്കണം. അപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ എടുത്ത് വെച്ചാണ്. നല്ല ഉറക്കത്തിലാണ്, മരുന്നൊക്കെ കഴിച്ചതിൻ്റെ നല്ല ക്ഷീണത്തിലാണ്. അതാണ് എനിക്ക് ബോറടിച്ച് കിടക്കുന്ന കിടപ്പാണ് എൻ്റെ ഇത്. ആ കിടപ്പ് അങ്ങോട്ട് കഴിയുമ്പോഴേക്കും നല്ല പനി കൂടിയിട്ട് ഹോസ്പിറ്റലിൽ എത്തിയിട്ടാണ്. അപ്പോൾ ട്രിപ്പ് ഇട്ട് കിടക്കുമ്പോൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ആള്. അപ്പോഴേക്കും മരുന്നൊക്കെ കയറിപ്പോൾ ഒരു ഇത്തിരി ഉഷാറായിട്ടോ. അപ്പോൾ അതാണ് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചത്. എന്നോട് ട്രിപ്പ് ഇടാന്ന് പറഞ്ഞ് പേട്ട ഇടേണ്ട അവസ്ഥയായിട്ടാണ്. അപ്പോൾ അതാ നമ്മുടെ കുറച്ച് ദിവസം മുന്നത്തെ ഒരു ഡേ മൈ ലൈഫാണ് കേട്ടോ. അത് 2 ദിവസം 3 ദിവസമായി. അപ്പോൾ അങ്ങനെ വയ്യാത്തൊരു ദിവസം നമ്മൾ ചെറിയ രീതിയിൽ സാധാ ഡേ മൈ ലൈഫ് എടുത്ത് പോയതാണ്. അന്ന് അത്ര കുഴപ്പമുണ്ടാവില്ലെന്ന് വെച്ചു. പിന്നീടാണ് നല്ല ഉഷാറൊക്കെ പോയി, ആളാകെ വയ്യാതെ. അപ്പോൾ നമുക്കത് ഫുള്ളാക്കാൻ പറ്റിയില്ല. ഏട്ടൻ വയ്യാതായതുകൊണ്ട്, ക്ഷീണമായതുകൊണ്ട് അത് ഫുള്ളാക്കാൻ പറ്റിയില്ല കേട്ടോ. ഹോസ്പിറ്റലൊക്കെ വീഡിയോ എടുത്ത് ഇപ്പോഴാണ് ഞാൻ കാണുന്നത്, അതൊന്നും കാണുന്നില്ല. ഞാനാണെങ്കിലും പുറത്തിരിക്കുന്നു, വന്നിട്ടുണ്ടായിരുന്നു, പുറത്തിരിക്കുന്നു. അപ്പൊ കുഞ്ഞു മാത്രല്ല അച്ഛനും അമ്മയും പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. ഞാനും ഞാനമ്മയും കൂടെ പോയിട്ട് അവിടെ 1 മണിക്കൂറോളം ട്രിപ്പ് ഇട്ടാണ്. എന്നിട്ടും പനി മാറിയിട്ടുണ്ടായില്ല. ഞാനറിഞ്ഞാൽ വേറെ ഒന്നല്ല കേട്ടോ. ഇപ്പത്തെ എന്റെ പ്രഗ്നൻസി സിറ്റുവേഷനിൽ പനികള് നല്ലോണം കൂടുതലായതുകൊണ്ട്
പനി പിടിക്കണ്ടെന്ന് വെച്ചിട്ട് ആരോഗ്യം കുറവല്ല, അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങാഞ്ഞത്. പക്ഷെ കാറിൽ വന്നിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ഒട്ടും സമാധാനം ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ഒരു ഡേ മൈ ലൈഫ് എടുത്താണ് എനിക്ക് കുറേ നാളെ നല്ല രീതിയിൽ ഒരു ഡേ മൈ ലൈഫ് എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ പ്രഗ്നൻ്റ് ആയതിനു ശേഷം എന്നോട് കുറേ പേര് ചോദിക്കണ കാര്യമാണ് ഡേ മൈ ലൈഫ്. പക്ഷെ എന്തോ ഇപ്പോഴത്തെ അവസ്ഥയിൽ നല്ല രീതിയിൽ എടുക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നത് ഇനി അടുത്ത ഡേ മൈ ലൈഫൊക്കെ എനിക്ക് ഒന്നും കൂടി ഉഷാറാവും. ഇപ്പം നമ്മുടെ ആദ്യത്തെ 3 മാസം കഴിഞ്ഞ് 4ാമത്തെ മാസം സ്റ്റാർട്ട് ചെയ്യല്ലോ. അപ്പം നമുക്ക് ഒന്നും കൂടി ഉഷാറാവും എന്ന് എല്ലാവരും പറയുന്നുണ്ട്. അറിയില്ല, ചില ദിവസങ്ങളിലത്തെ പ്രശ്നമാണ്. ഇപ്പം ഞാനല്ല ഒരു ദിവസം കൊണ്ടുപോകണത്, ഉണ്ണിയാണ് എങ്ങനെ കൊണ്ടുപോകണം എന്നൊക്കെ ചിന്തിക്കണത്. ഇപ്പം നമ്മുടെ സ്റ്റാൻഡ് അമ്മയുടെ സ്റ്റാൻഡ് ഷോപ്പിലായോണ്ടാണ് നമ്മൾ കയ്യിൽ പിടിക്കണത്. കാറിലെടുത്തത് എന്താ വെച്ചാൽ അമ്മയുടെ സ്റ്റാൻഡ്, നമ്മളുടെ സ്റ്റാൻഡ് നമ്മൾ വീട്ടിൽ നിന്ന് കൊടുക്കുന്നില്ല. അമ്മയുടെ സ്റ്റാൻഡ് ഇവിടെ ഉണ്ടാവാറുണ്ട്. അമ്മ ഷോപ്പിൽ പോകാൻ തുടങ്ങിയ ശേഷം അമ്മയ്ക്ക് അവിടെ വീഡിയോസ് എടുക്കണം കൊടുത്തില്ല. അതെന്താ വെച്ചാൽ നമ്മള് വന്നിട്ട് കുറച്ചാൾ കഴിഞ്ഞപ്പോഴെല്ലാം അമ്മ തുടങ്ങി. അപ്പൊ അമ്മയ്ക്ക് കടയ്ക്ക് കൊണ്ടുപോകാനും വേറെ ചാർജറിലൊക്കെ കയറ്റണം. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. കുറെ നേരം പിടിക്കുമ്പോഴത്തേനും കൈ കടയുന്നുണ്ട്. അപ്പൊ അതിന്റെയാണ്. പിന്നെ വീഡിയോഗ്രാഫർ അല്ല, ഇന്നാളെ ഞാൻ പറഞ്ഞു ഏട്ടനെ പിടിക്കാൻ പറ്റും, വീഡിയോഗ്രാഫർ അല്ല, എന്റെ പോലെ അല്ലല്ലോ, കുറച്ചു നേരം പിടിക്കാൻ പറ്റും. പിന്നെ ഒരു കമന്റ്, 2-3 കമന്റ് പറയാനുണ്ട് കേട്ടോ. വേറെ ഒന്നല്ല, നമ്മൾ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ എടുക്കുമ്പോഴാണ് ചില സമയത്ത് നമുക്ക് പറയാൻ തോന്നുന്നുള്ളൂ. ഞാനിങ്ങനെ ചില ടൈമിൽ വീഡിയോസ് എടുക്കുന്നതിന് മുന്നേ നോക്കിയിട്ട് വരും ഓരോ കമന്റുകൾ പറയാനുള്ളത്. വേറെ ഒന്നല്ല, ഇപ്പം എൻ്റെ ഡ്രസ്സിങ്ങിനെ കുറിച്ച് കുറച്ച് കമൻസ് കണ്ടു. എന്തിനാണ് ഇങ്ങനത്തെ ഡ്രസ്സ് യൂസ് ചെയ്യുന്നത്, കുറച്ച് സ്ലീവ്ലെസ് ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ടാന്ന് തോന്നുന്നു, കുറച്ചും കൂടി ഭംഗിയുള്ള നല്ല ഡ്രസ്സൊക്കെ യൂസ് ചെയ്യുന്നത്. സത്യം പറഞ്ഞ് ഇതെല്ലാം ഞാൻ കംഫർട്ട്. എനിക്ക് ഇട്ട് നടക്കാൻ ഇപ്പം ഏതാണ് ഏറ്റവും സുഖം അതാണ് ഞാൻ ഇട്ട് നടക്കുന്നത്. എനിക്ക് ചുരിദാറ് കാര്യങ്ങൾ, ജീൻസ്, പാൻറ് ഒന്നും ഇപ്പം ഇടാൻ ഇഷ്ടമല്ല. എന്താ വെച്ചാൽ വയറിനേക്ക് ടൈറ്റുള്ളൊരു സംഭവങ്ങൾ നമുക്കിപ്പോൾ ഇടാൻ പറ്റില്ല. അപ്പം ഞാൻ ഈ ഉടുപ്പുകളൊക്കെ ആകുമ്പോൾ ഏട്ടനാണ് വിളിച്ച് പേടിച്ച് വേക്കണം. ഉടുപ്പുകളാകുമ്പോൾ നമുക്ക് ഉടുപ്പിട്ട് നടക്കുമ്പോൾ പാൻറ്റിൻ്റെ ടൈറ്റ് ബുദ്ധിമുട്ടൊന്നുമില്ല. വീട്ടിലാണെങ്കിൽ ഫുൾ ടൈം നൈറ്റ് ഇട്ട് നടക്കുന്ന സ്വഭാവമായിരിക്കണം. അപ്പം അതുകൊണ്ടും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ക്വസ്റ്റ്യൻ ആൻസറിൽ വന്നൊരു കമൻ്റാണ്, നിങ്ങളെന്ത്, ഞങ്ങൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ആൻസറിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായി, നമ്മൾ പറയാൻ താല്പര്യമുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ വായിക്കുള്ളൂ എന്ന് വെച്ചാൽ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് നമുക്ക് പറയാൻ താല്പര്യമില്ലാത്ത ക്വസ്റ്റ്യൻസ് നമ്മൾ വായിക്കില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായി. അപ്പം അതിനൊരു കമൻ്റ് ഉണ്ട്, നിങ്ങൾ അങ്ങനെ പറയാനാണെങ്കിൽ എന്തിനാ ക്വസ്റ്റ്യൻ ആൻസർ ഇടുന്നതിന്. ക്വസ്റ്റ്യൻ ആൻസർ ആയാലും എന്തായാലും നമുക്ക് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയണതിന് ഒരു പരിധിയുണ്ട്. എന്തൊരു കാര്യം ഇപ്പം നമ്മുടെ രണ്ടാളിൽ നല്ല നല്ല നിമിഷങ്ങൾ, ഇപ്പം നമ്മളുടെ ഉണ്ണി ഉണ്ടാകുമ്പോൾ നല്ലൊരു ഹാപ്പിനെസ്, ഇപ്പോൾ എൻ്റെ ഈ പ്രഗ്നൻസി ജേർണിയുടെ എല്ലാ കാര്യങ്ങളും ഫസ്റ്റ് തൊട്ട് ഇപ്പോൾ 4 മാസം വരെയുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് പറയാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാറുണ്ടായി. നമുക്ക് പറയാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ, പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. അപ്പം അത് നമുക്ക് ഇങ്ങനെ എന്തൊക്കെയോ എന്നിട്ടാലും ആര് ചോദിച്ചാലും നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് പേഴ്സണാലിറ്റി. അല്ല, നമ്മളെന്ന് വെച്ചാൽ ഞാനും ഏട്ടനെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു ഇതുണ്ട്, നമുക്ക് പറയാൻ താല്പര്യമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. അല്ലാത്ത ആവശ്യമില്ലാത്ത നമ്മൾ നല്ല രീതിയിൽ പോണ സമയത്ത് നമ്മൾ മറ്റുള്ളവരെ പറഞ്ഞ് റീച്ച് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാനും ഏട്ടനും മുന്നേ തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ്. അങ്ങനത്തെ ഒരു റീച്ച് നമുക്ക് വേണ്ട. അല്ല, ഇപ്പം നമ്മളെന്ന് വെച്ചാൽ ആദ്യം തൊട്ടേ പറയണത് എങ്ങനെയാണ് അതേപോലെ പ്രവർത്തിക്കുക. അല്ലാണ്ട് നമ്മൾ പറയണ കാര്യം വേറെയും പ്രവർത്തിക്കുന്ന കാര്യം വേറെ ആയിട്ട് കാര്യമില്ല. നമുക്ക് മാക്സിമം നമ്മൾ എങ്ങനെ പ്രവർത്തിക്കാൻ പറ്റുന്നു ആ കാര്യങ്ങളെ പറയാറുള്ളൂ. എന്താ വെച്ചാൽ നമ്മളിപ്പോ ഒരു ക്യാപ്ഷൻ ഇടണ കാര്യമാണെങ്കിലും ഇപ്പൊ നമ്മളെ വീഡിയോന്റെ കാര്യമാണെങ്കിലും നമ്മളെ മറ്റുള്ളവർ ഉപദേശിക്കാൻ വരും. ഇപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ക്യാപ്ഷൻസ് ഇടല്ലേ വീഡിയോന്, നിങ്ങൾ ചിലപ്പോൾ വ്യൂ കിട്ടാനാവും, പക്ഷെ അങ്ങനത്തെ ക്യാപ്ഷൻസ് ഇടല്ലേ, പിന്നെ അങ്ങനത്തെ കണ്ടന്റുകൾ ഇടുന്നതല്ലേ, നമ്മുടെ നല്ല നല്ല സന്തോഷമായ മാത്രം ഇട്, നമ്മുടെ വേണ്ടാത്ത ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയല്ലേ, നമ്മുടെ വീഡിയോസ് നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന പറയാൻ എല്ലാവർക്കും പറ്റും, ഉപദേശിക്കാനും പറ്റും, പക്ഷേ പ്രവർത്തിക്കാൻ എല്ലാവർക്കും പറ്റില്ല. എന്താ വെച്ചാൽ അതേപോലെ ചെയ്യുന്നവരും പലരും ഉണ്ടാവും, നമ്മളോട് പറഞ്ഞിട്ട് പല രീതിയിൽ പ്രവർത്തിക്കുന്നവരുണ്ടാവും. അപ്പം നമ്മളെന്ന് വെച്ചാൽ നമ്മളുടെ നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ പറയാൻ പറ്റുന്നതൊക്കെ പറയാറുണ്ട്. പിന്നെ ചില സിറ്റുവേഷനിൽ നമുക്ക് ചില കാര്യങ്ങൾ പറയേണ്ടി വരാറുണ്ട്, അപ്പം നമ്മൾ ഓപ്പണായി പറയാറുണ്ട്. പക്ഷേ ഞാനെന്ന് വെച്ചാൽ പറയുന്നത് ഇപ്പം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇപ്പം നമ്മൾ വലിച്ചിടാറില്ല. ഇപ്പം എന്നല്ല, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞുതരാം. ഒരു നല്ലൊരു പേഴ്സണാലിറ്റി കൊണ്ടുണ്ടെങ്കിൽ
നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം, ഇപ്പം എനിക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞാനത് കുഞ്ഞിനായിട്ട് തന്നെ കുഞ്ഞിന് പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്കായിട്ട് വന്ന് തന്നെ അത് സോൾവ് ചെയ്യണം. അതിപ്പോ ഞങ്ങൾ പറഞ്ഞുതരാം, വേറെ ഒന്നല്ല. ഇപ്പൊ വരാൻ പോണ കൊച്ചാണെങ്കിലും ശരി, ഒരു ടേബിളിൽ ഇരുന്നിട്ട് സംസാരിക്കേണ്ട കാര്യങ്ങൾ അവിടെ വെച്ച് സംസാരിച്ച് തീർപ്പാക്കി വേണം. അല്ലാണ്ട് ഇവിടെ ഒരു പ്രശ്നം നടന്നിട്ട് അപ്പുറം ചേച്ചി ഒപ്പീനിയൻ ചോദിക്കും, ചേച്ചി ഞങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ട് കേട്ടാ, അവര് തമ്മിൽ ഭയങ്കര പ്രശ്നമാണ്, അതാണ് അല്ല അവൻ എന്നോട് ഇങ്ങനെ പെരുമാറി ചെയ്തു, അത് അപ്പുറത്ത് പോയി ചോദിക്കുമ്പോ നമ്മളെ ഒരിക്കലും അത് തന്നെയല്ലേ ഇപ്പൊ പറയണവർക്ക്, അവർക്ക് കേൾക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോ സന്തോഷമായിട്ട് എടുക്കും, സന്തോഷിക്കാനുള്ള നിമിഷം. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായി കാണാനുള്ള ആഗ്രഹമായിരിക്കും. അപ്പൊ അത് കൂട്ടാനേ നിക്കുള്ളൂ. ഇപ്പൊ എനിക്ക് എന്റെ ഏട്ടന് ഒരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെ രണ്ടാളും ഉണ്ണിയുടെ തീരുമാനം ഞങ്ങൾ എടുക്കണ ഒരു പ്രായം വരെ, ഉണ്ണിക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റാത്ത ഒരു പ്രായം ഉണ്ടല്ലോ, അവർക്ക് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കണ പ്രായം ആവണ വരെ ഞാനും എൻ്റെ ഏട്ടനും അല്ലാതെ അതിൽ വേറൊരാളിന് ആഡ് ചെയ്യില്ല അഭിപ്രായങ്ങൾ, അല്ലേ? എന്താ വെച്ചാൽ നമ്മള് ഒരു അച്ഛനമ്മ ആവുകയാണെങ്കിൽ നമുക്ക് തീർക്കാൻ പറ്റും നമ്മുടെ മക്കളെ ഒരു പ്രായം വരെയുള്ള പ്രശ്നങ്ങൾ. അത് കഴിഞ്ഞ് പിന്നെ അവർക്ക് അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ, തല്ലുകൂട്ടങ്ങളും പ്രശ്നങ്ങളും ഇണക്കളും പ്രണയങ്ങളും സൗഹൃദങ്ങളും എല്ലാം ഉള്ളതാണ് ജീവിതം എന്ന് പറയുന്നത്, അല്ലേ? ആ ജീവിതത്തിൽ ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാവുക വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാമതൊരാൾ കടന്നു വരുമ്പോഴാണ്, അല്ലേ? ഒരു ഫാമിലിയിലേക്ക് വേറൊരാൾ കടന്നു വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവണത്. അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ നമുക്ക് ചിലപ്പോൾ അത് സോൾവ് ചെയ്യാൻ പറ്റില്ല. അത് സോൾവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് വേറെ ആൾക്കാർ അതിൽ ഇടപെട്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മളെ കുറിച്ച് ചിലപ്പോൾ അവർ കുറ്റം പറഞ്ഞത് നമുക്ക് ഇഷ്ടപ്പെടില്ല, ചിലപ്പോൾ മറ്റുള്ളവരെ കുറിച്ച് അവർ കുറ്റം പറഞ്ഞത് നമുക്ക് ഇഷ്ടപ്പെടില്ല. അപ്പൊ അങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് രണ്ടാം കൂട്ടുകാർക്കും അതോട് ദേഷ്യം വരും. ആ ഒരു പ്രശ്നം ഇപ്പൊ നമ്മള് ഒരു ടേബിളിൽ ഇരുന്ന് തീർക്കുന്ന പ്രശ്നങ്ങളാണെങ്കിൽ അവിടെ ഒരു സമാധാനം ഉണ്ടാവും. ഇപ്പം ഞാൻ എൻ്റെ ഏട്ടനും തല്ലുണ്ടാക്കി കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടാളും മാത്രമേ ഒരു പ്രശ്നം അറിയുള്ളൂ. അതിപ്പോൾ നമ്മൾ മറ്റുള്ളവരോട് വിളിച്ച് പറഞ്ഞാൽ പിന്നീട് അവരത് ആലോചിച്ച് വെച്ചിട്ട് നമ്മുടെ നാട്ടിലും ബന്ധുക്കളോടൊക്കെ പറഞ്ഞടക്കും, അവർ തമ്മിൽ അങ്ങനെ ഉണ്ടായി, അവർ തമ്മിൽ ഇങ്ങനെ ഉണ്ടായി. പക്ഷെ നമ്മൾ രണ്ടാളും ഉള്ള തല്ലൂട്ടെന്ന് വെച്ചാൽ തല്ലൂട്ടം മാറിയാൽ നമ്മൾ രണ്ടാളും പഴയ പോലെ സ്നേഹമായി. അപ്പോൾ അതൊരാളും അറിയുന്നില്ല. പക്ഷേ നമ്മൾ ചെറിയ കാര്യവും ഇപ്പം ഇങ്ങനെ ഏട്ടനോട് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് വേറെ രീതിയിൽ നാട് മൊത്തം പാട്ടാക്കണം. അങ്ങനെയാണ് നമ്മുടെ സമൂഹം. അപ്പൊ നമ്മളെ ഏതൊരു പ്രശ്നവും നമ്മുടെ ഒതുക്കാൻ പറ്റുമെങ്കിൽ ഒതുക്കുക, അത് മറ്റുള്ളവരുടെ അടുത്തേക്ക് ആക്കാതിരിക്കുക. ആക്കുമ്പോൾ അത് പ്രശ്നം കൂടി പോവുള്ളൂ, ഒരിക്കലും അത് കുറയില്ല. അതിപ്പോൾ ഞങ്ങളിപ്പോൾ ആരുടെ ഉപദേശിക്കുക, ആരുടെ ഇത് പറയല്ല, നമ്മൾ നമ്മുടെ കാര്യം പറഞ്ഞു. അപ്പോൾ എൻ്റെ ഏട്ടൻ്റെ ഒരു അരമണിക്കൂറത്തെ വീഡിയോ കണ്ടുകൊണ്ട് ഞങ്ങളുടെ രണ്ടാളും ക്യാരക്ടർ ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല, അല്ലേ? എന്താ വെച്ചാൽ 365 ദിവസം നമ്മൾ വീഡിയോ ഇടുന്നില്ല. ചിലപ്പോൾ ഒരു മാസത്തിൽ 6, 7, 8 ദിവസമാണ് നമ്മൾ വീഡിയോ എടുക്കുക, ബാക്കി 10-20 ദിവസം ബാക്കി ഉണ്ടാവും. അപ്പം നമ്മൾ അന്നത്തെ ദിവസം നമ്മുടെ ലൈഫിൽ എന്താ നടക്കുന്നത്, അന്നത്തെ നമ്മുടെ എന്താ സംഭവങ്ങൾ ഒന്നും അറിയാത്തതും ഉണ്ടാവും. എന്താ വെച്ചാൽ അല്ലാത്ത കാര്യങ്ങളും നമുക്ക് പബ്ലിക്കിൽ കാണിക്കാനും കാര്യങ്ങളും പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ പറയാ. ഇപ്പോൾ അതുപോലെ തന്നെ വേറെ കമന്റ് ഉണ്ടായി, അത് റിപ്ലൈ വേറെ ഒന്നുമല്ലോ പറയും ഇവിടെ തന്നെയാണോ, അങ്ങനത്തെ ഒരു കമന്റ് കണ്ടു. അത് കുറെ പേര് കണ്ടു. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു കുഞ്ഞാ റിയാക്ട് ചെയ്യും, കുഞ്ഞാൻ പറഞ്ഞു വേണ്ട, എന്തിനാണ് റിയാക്ട് ചെയ്യണത്. അത് റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറെ പരിധി വരെ ക്ഷമിക്കും, നമുക്ക് ക്ഷമയുടെ ഇത് ചെയ്യണ്ടെന്ന് പറഞ്ഞത് വേറെ ഒന്നുമല്ല. ഇപ്പൊ ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും പറയും മാക്സിമം കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചെവിളായിട്ട് ഇപ്പുറത്തൂടെ വിട്. നമുക്ക് അതാണ് ഏറ്റവും നമ്മുടെ ലൈഫില് വെറുതെ എന്തിനാ കാര്യങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചിട്ടാ. ഇപ്പം ഞാൻ പറയട്ടെ, എൻ്റെ വീട്ടിൽ ഇപ്പം എൻ്റെ ഉണ്ണിയിലും ഹെൽത്താണ് ഏട്ടനെ ഏറ്റവും മെയിനായി നോക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ആ സമയത്ത് ഏട്ടൻ്റെ ഭാര്യയുടെ അടുത്ത് കൂടെ നിന്നു എന്ന് വെച്ചിട്ട് എൻ്റെ വീട്ടിൽ ഇവിടെ വന്ന് നിന്നു എന്ന് വെച്ചിട്ട് ഒരു പ്രശ്നമില്ല. ഒന്നാമത്തേത് ഈ വീട്ടിൽ നിന്നു വെച്ചത് ഈ വീട്ടിലുള്ള ആരും ഞങ്ങളുടെ രണ്ടാളും പേഴ്സണൽ ജീവിതത്തിൽ ഇടപെടില്ല. നമ്മളിവിടെ നിൽക്കുന്നു, നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു, അല്ലാതെ നമ്മുടെ ഒരു പേഴ്സണൽ കാര്യത്തിലും ഇവിടെയുള്ള ആരും ഇടപെടില്ല. അതെനിക്ക് 100% ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ നിന്നുകൊണ്ട് ഏട്ടനൊരു ബുദ്ധിമുട്ടില്ല, എനിക്കൊരു ബുദ്ധിമുട്ടില്ല. നമ്മൾ നമ്മുടെ ഭാര്യയുടെ അടുത്ത് ഇപ്പോൾ ഏട്ടൻ നാട്ടിലുള്ള നിലയ്ക്ക് നമ്മൾ ഭാര്യയും ഭർത്താവും ഒരുമിച്ചാണ് ജീവിക്കേണ്ടത്. അപ്പം ഇപ്പം എനിക്ക് വയ്യെങ്കിൽ ഞാൻ എൻ്റെ ഇവിടെ റെസ്റ്റിനും ഫുഡ് കഴിക്കാനും കാര്യങ്ങളൊക്കെയായി നിൽക്കുമ്പോൾ ഏട്ടനെ ഒറ്റയ്ക്ക് പോയി നിന്നിട്ട് ചോദിച്ച കൂട്ടുകാരി ആരാ ചേച്ച അമ്മാമനെ ആരെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാനുള്ളത്. അവിടെ പോയിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ ആ വീട്ടില്. പിന്നെ അത് മാത്രമല്ല, ഞാൻ പറയട്ടെ, നമ്മൾ കല്യാണം കഴിക്കുന്നത് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് നിൽക്കാനാണ്, അല്ലേ? അതിലിപ്പോ ഏട്ടൻ എൻ്റെ അടുത്ത് ഇപ്പൊ എനിക്ക് വയ്യാത്ത കാരണം ഇവിടെ വന്ന് നിന്നു, എൻ്റെ അടുത്തായിട്ട് ഇവിടെ വന്ന് നിന്നു എന്ന് വെച്ചാൽ ഒരു പ്രശ്നമില്ല. ഇപ്പൊ ഞാനായാലും
ഏട്ടല്ലാണ്ട് ഏട്ട ഒരു ദിവസം അവിടെ നിൽക്കട്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് നിൽക്കാറില്ല. എന്താ വെച്ചാൽ ഏട്ടൻ്റെ സാഹചര്യത്തിനനുസരിച്ച് ഞാൻ ഏട്ടൻ്റെ കൂടെ നിൽക്കാമല്ലോ. ഇപ്പം എനിക്ക് ഇത്രയും വയ്യാണ്ടായിട്ട് പോലും ഏട്ടന് വർക്കിന് അവിടെ നിൽക്കേണ്ട അവസ്ഥ വരുമ്പോൾ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് പോവാം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഭാര്യയും ഭർത്താവും നാട്ടിലുള്ളപ്പോൾ ഒറ്റയ്ക്ക് നിർത്തേണ്ട ആവശ്യമില്ല, രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം നമ്മൾ എൻ്റെ അടുത്ത് എൻ്റെ ഏട്ടൻ നിൽക്കുന്നതാണ് എനിക്കിപ്പോൾ ഏറ്റവും മെൻ്റലി സപ്പോർട്ടും. നമുക്ക് ചില ടൈമിൽ മൂഡ് സ്വിങ്സും ഡിപ്രഷൻ്റെ ഒരു പല ടൈപ്പ് ഉണ്ടാവും നമുക്ക് വയ്യാണ്ടാവുമ്പോൾ. ഇപ്പം എനിക്ക് എന്തെങ്കിലും വയ്യങ്ങായിട്ട് അതൊന്ന് എടുത്തു തരുമോ ചോദിക്കാനും പല കാര്യങ്ങൾക്ക് എനിക്ക് എൻ്റെ ഭർത്താവ് വേണം. ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഗൾഫിലാണെങ്കിൽ നമുക്ക് നിവൃത്തിയില്ല. ഇപ്പൊ എന്റെ ഭർത്താവ് എന്റെ നാട്ടിലുള്ളപ്പോ എന്റെ കൂടെ നിന്നിട്ട് അതൊക്കെ ചെയ്തു തരുമ്പോ പ്രഗ്നൻസി ഞങ്ങൾക്ക് അത് ഡബിള് സന്തോഷമുള്ളൂ അല്ലേ. ദൈവം അങ്ങനെ ഇങ്ങനെ ആയിത്തന്നുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. കാരണം എല്ലാരും ഇങ്ങനെ ആവണമെന്നില്ല. അപ്പൊ അതനുസരിച്ച് ആൾക്കാർ ജീവിക്കും. ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ എനിക്ക് ഞാൻ ഈ വീഡിയോ ഒക്കെ ഞാൻ പറയും ഞാൻ നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇത് കരഞ്ഞിട്ടുണ്ട്. എനിക്ക് കുഞ്ഞിനെ വേണമെങ്കിൽ ഒരു വ്ലോഗ് എടുത്ത് ഇങ്ങനെ വരാം ഞാൻ കരഞ്ഞിരിക്കണത്. എന്ത് ചെയ്യാത്തത്? ഏട്ടൻ കരയണതെന്ന് വെച്ചാൽ എന്തിനാവും? ഏട്ടൻ്റെ കുറേ ഉള്ളിലുള്ള വിഷമം ഞാൻ ഏട്ടൻ്റെ മുന്നിൽ കരയും. ഇപ്പം ഞങ്ങൾ രണ്ടാളും ഞങ്ങൾക്ക് കരയണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നിൽ നിന്ന് കരയും. കരഞ്ഞാലും ഏട്ടൻ എന്നിട്ട് എന്നോട് ചോദിക്കും കുഞ്ഞ് ആ പ്രശ്നത്തിന് എന്താ നമുക്കൊരു പോകാൻ വഴി. അപ്പം എനിക്കിപ്പോൾ മാറ്റാൻ പറ്റുന്ന വഴിയോ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞങ്ങളും മാറ്റും. ഇപ്പം ഞാൻ കരഞ്ഞാലും ഏട്ടൻ എനിക്ക് അതിന് എന്തെങ്കിലും സൊല്യൂഷൻ പറഞ്ഞു തരും ചോദിച്ചാൽ ഏട്ടന് മാറ്റാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ഞങ്ങൾ രണ്ടാളും അത് മാറ്റും. അപ്പൊ നമ്മള് ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞാൽ വേറൊരു ലൈഫാണ്. ഇപ്പൊ ഒരു ഞാൻ പറഞ്ഞ ഇത് നമുക്കിത് മാത്രല്ല, നമുക്കിന്റെ ഇടയിൽ കൊറേ ബാധ്യതകൾ നമുക്ക് കിടക്കുന്നുണ്ട്. ഇഷ്ടം പോലെ ബാധ്യത നമ്മുടെ ഈ പ്രായത്തിൽ ഞങ്ങൾ ഈ പ്രായത്തിൽ കൂട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറയാം പേഴ്സണലായിട്ടാണ് എന്താണ് നിങ്ങൾ എടുത്തത്. നമുക്ക് 1 ലക്ഷം എന്തായാലും വേണം ഒരു മാസം. 1 ലക്ഷത്തിന് മേലെ നമുക്കൊരു മാസം നീങ്ങി പോകണമെങ്കിൽ തന്നെ അത് ആ 1 ലക്ഷം എന്ന് പറഞ്ഞ സംഭവം നമുക്ക് ഷോപ്പ് ഉണ്ട്, റെന്റ് ഉണ്ട്, കല്യാണ ലോണുകളുണ്ട്. കല്യാണം ഫുള്ള് നമ്മൾ ഒറ്റയ്ക്ക് നടത്തിയതാണ്. നമ്മൾ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞു ഒറ്റയ്ക്ക് നടത്തിയതാണ്. നമ്മൾ ഗോൾഡ് ഒരാളിൽ നിന്ന് വാങ്ങി ഒന്നും ചെയ്തിട്ടില്ല. കുഞ്ഞു ലോണ് നിങ്ങൾ ആലോചിച്ചു. ഞാൻ 23-ാം വയസ്സിൽ എൻ്റെ ഇവിടെ പോയതാണ്, ഗൾഫിന് പോയതാണ്. 23 വയസ്സോടെ ഞാൻ അധ്വാനിച്ചു തുടങ്ങുന്നതാണ്. ഇപ്പോഴത്തെ ഏത് പിള്ളേരാണ് 22-23 വയസ്സിൽ പോയിട്ട് ഗൾഫിൽ പോയി ഇതാക്കാൻ ഉണ്ടാവും, ഇല്ലാന്നല്ല. എന്റെ ആ പ്രായത്തിൽ ഞാൻ കൊറോണ ടൈമിൽ പോയതാ. ഞാൻ ഈ പറഞ്ഞ പോലെ മടി പിടിച്ച് പണിയെടുക്കാണ്ടിരിക്കുന്ന ആളൊന്നുമല്ല. അത്യാവശ്യം നല്ല ഇപ്പോഴും ഞാൻ ഞാൻ ഏത് ടൈമിലും എപ്പോഴും വർക്ക് എടുക്കുന്ന ഒരാളാണ്. ഇപ്പോഴും ഞങ്ങൾ ഒരു മാസം 1.5 ലക്ഷം ഉണ്ടാക്കുക, 1 ലക്ഷം ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ ഞങ്ങൾ രണ്ടാളും നന്നായി മുന്നിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമുക്ക് അറിയാലോ കാശ് ഉണ്ടാക്കണേ നല്ല പണിയാണ്. ഇനി ഓരോ ഘട്ടം ഇപ്പൊ കൊച്ചു വരാൻ പോണി, ഇനി അടുത്തത് നമുക്കൊരു വീടായിരിക്കും. ഇപ്പൊ ഓരോരോ കാര്യങ്ങൾ ഈ കാർ അടക്കണതൊക്കെ ഞാനും എൻ്റെ അധ്വാനത്തിൽ ഉണ്ടാക്കിയ കാറുകളൊക്കെ തന്നെയാണത്. ഞാൻ പകുതി എമൗണ്ടും അച്ഛൻ പകുതി എമൗണ്ടും ഒക്കെ ഇട്ടിട്ടാണ് ഈ കാറും കാര്യങ്ങളൊക്കെ കൊണ്ടുനടന്നിരുന്നത്. എൻ്റെ പ്രായം ആലോചിക്കണോണ്ട് ആ ഒരു വയസ്സിൽ പിന്നെ വീട് കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ചെലവിൽ ഞാൻ നോക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മളെല്ലാരും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവരാണ്. നമുക്ക് ഞാനിത് മറ്റുള്ളവർക്ക് പറയണ വേറെ ഒന്നുമല്ല. നമ്മളെ ഈ ചില ആൾക്കാർ കമന്റ് ഇടുമ്പോ നമുക്കത് അറിയാണ്ട് കമന്റ് ഇടും. ഇപ്പൊ നിങ്ങള് ലൈഫ് അങ്ങനെ ചെയ്ത് നടക്കല് ഇങ്ങനെ ചെയ്ത് നടക്കല്. പക്ഷെ നമ്മുടെ ലൈഫിലുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാലോ. നമ്മളെല്ലാം വന്ന് പറയില്ല. പക്ഷെ നമുക്ക് കാശ് ഉണ്ടാക്കേണ്ട കാര്യം നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ലേ, നമ്മൾ തന്നെ ഉണ്ടാക്കണം. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ എനിക്കായാലും പറയുന്ന ആൾക്കാർ പറയും ഇവർക്ക് കാശാണ് ഇമ്പോർട്ടന്റ്. സത്യത്തിൽ അറിയോ കാശ് ഇമ്പോർട്ടന്റ് എന്ന് പറയണത് ഞാൻ അത്രയും രീതിയിൽ കാശിന് വേണ്ടിയിട്ട് കെഞ്ചിട്ടുണ്ട്. അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. 10 പൈസ പോലും കടം ചോദിച്ചിട്ട് തന്നിട്ടില്ല. അങ്ങനത്തെ സിറ്റുവേഷനുകൾ നമ്മുടെ പോട്ടെ കരയല്ലേ വാ അത് കഴിഞ്ഞു വാ പറഞ്ഞു. അല്ല നമ്മുടെ ലൈഫിൽ അങ്ങനത്തെ സിറ്റുവേഷൻസും എല്ലാവരും ലൈഫിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതൊക്കെ വരും. ഏട്ടൻ കരഞ്ഞു പോയി കാരണം എനിക്ക് സംസാരിക്കാനുള്ള മൂഡും പോയി. ഏട്ടാ വാ കരഞ്ഞു പോയി കാരണം എനിക്കും സംസാരിക്കാനുള്ള ഒരു ഇത് പോയിട്ടാ, വേറെ ഒന്നല്ല. അപ്പം നമ്മളിത് ഏട്ടൻ്റെ പെട്ടെന്ന് വന്നൊരു ഇമോഷണലായിട്ട് ഏട്ടൻ പറഞ്ഞതാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ പല പല കാര്യങ്ങളുണ്ട്. ഞങ്ങളതിൽ രണ്ടാളും ഒരുമിച്ച് അനുഭവിച്ച കുറേ വിഷമങ്ങളുണ്ട്, ഒറ്റയ്ക്ക് ആയിട്ട് അനുഭവിച്ച കുറേ വിഷമങ്ങളുണ്ട്. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. എല്ലാ മനുഷ്യർക്കും കാശിന് ബുദ്ധിമുട്ടും നല്ല കാലം ഒക്കെ ഉണ്ട്. അപ്പം നമ്മളെല്ലാവരും നമ്മുടെ സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്നവരാണ്. അപ്പം നമ്മൾ അറിയാതെ 10 മിനിറ്റത്തെ പല വീഡിയോയും കണ്ടിട്ട് നമ്മൾ കമൻറ്റ് ഇട്ടൊരു കാര്യമില്ല. നമ്മുടെ ലൈഫിൽ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ഉണ്ണിയുടെ ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും നമ്മൾ മറ്റുള്ളവരോടൊന്നും എടുപ്പിക്കാതെ ഇങ്ങനെ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കാറല്ലേ.
നമ്മളെല്ലാം കാര്യം നമ്മൾ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ കല്യാണം നടത്തിയതാണെങ്കിലും എല്ലാം കാര്യങ്ങളും നമ്മൾ അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ പ്രായത്തിൽ പറ്റിയ അത്യാവശ്യം ബാധ്യതകൾ ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ ബാധ്യതകൾ ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങൾ നല്ല രീതിയിൽ കൊണ്ട് നടക്കുന്നുണ്ട്. ഇന്ന് വരെ തടസ്സവും ബുദ്ധിമുട്ടും ഇല്ലാണ്ട് കൊണ്ട് നടക്കുന്നുണ്ട് നല്ല രീതിയിൽ. ഞാൻ പറഞ്ഞു ഇപ്പോഴത്തെ എൻ്റെ ഒരു നിലവാരം അനുസരിച്ച് ഇതുവരെ ദൈവാനുഗ്രഹത്തിൽ ഞങ്ങൾക്ക് ഒരാളിനെ കടം വാങ്ങേണ്ട അവസ്ഥ വന്നിട്ടില്ല. ഇപ്പം ബുദ്ധിമുട്ടുകളില്ലാതെ ദൈവം കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ സമയത്തും അതേപോലെ ഒന്നല്ലാണ്ട് പറയുന്നത്. പക്ഷെ ഞങ്ങളെ ദൈവം ഞങ്ങളെ നല്ല രീതിയിൽ കൊണ്ട് നടക്കുന്നുണ്ട്. അയ്യോ ഞാൻ സഹായിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് ഒരാൾ നമ്മളെ സഹായിച്ചോണ്ടാണ് ഇങ്ങനെ ലെവലെത്തിയത്. ആവശ്യം വന്നപ്പോ നമ്മൾ സഹായിച്ചൊരു ആളൊക്കെ ഉണ്ട്. പക്ഷെ അതല്ല ഞങ്ങൾ പറഞ്ഞത്. അല്ല ഞങ്ങൾ നടന്നിരുന്ന ആളായോണ്ടാണ് ഞാൻ അത്ര ഇമ്പോർട്ടന്റ് കൊടുക്കണെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അത്രത്തോളം കേട്ടോ. അല്ല ഞങ്ങൾ പറയുന്നത് വേറെ ഒന്നല്ല. ഇപ്പൊ നമുക്ക് ജീവിക്കാൻ ആരും കാശ് നമുക്ക് വേണമെന്ന് ചോദിച്ച് വരില്ലല്ലോ. അപ്പൊ നമ്മൾ തന്നെ ഉണ്ടാക്കണം. അപ്പൊ നമുക്ക് അതിൻ്റെതായ ലൈഫിൽ കുറെ കാര്യങ്ങളും നമ്മുടെ ഇപ്പോഴത്തെ കാര്യത്തിൽ എന്ന് വെച്ചാൽ നമ്മുടെ ഉണ്ണിക്ക് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ചിലപ്പോൾ എങ്കിലും പോകുമ്പോഴോ തിരിയുമ്പോഴോ മറിയുമ്പോഴോ ഒരു ചെറിയ വയറുവേദന വന്നാലും അതിൽ നമുക്ക് ടെൻഷൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ പല കാര്യങ്ങളും നമുക്ക് നല്ല ടെൻഷൻസ് ഉണ്ട്. അപ്പോൾ ആ ടെൻഷൻസിൽ കൂടെ ഒക്കെ പോകുമ്പോൾ നമ്മൾ അറിയാതെ കമൻറ്റ് ഇടുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചില നേരത്തൊരു ദേഷ്യം വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മാത്രം ഇത് പ്രതികരിച്ചാൽ ഇത് നല്ല രീതിയിൽ പറഞ്ഞു പോകണമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ നമുക്ക് മനുഷ്യരല്ലേ, ചില നേരത്ത് വരുന്ന ഒരു ഇതിൽ പറഞ്ഞതാണ്. അല്ല ആ കമന്റ് കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. എല്ലാ കാര്യങ്ങളും നമുക്ക് ഓപ്പണായി പറയാൻ പറ്റില്ല. ഇപ്പോഴും നമ്മുടെ പറയാൻ പറ്റാത്ത കുറെ ഓപ്പണായ കാര്യങ്ങൾ പറയാൻ പറ്റാത്ത നമ്മുടെ ലൈഫിലുണ്ട്. എന്റെ ചിലപ്പോ ഞാൻ പറഞ്ഞത് ദേഷ്യം വന്ന ചിലപ്പോ കുഞ്ഞു പറയും വല്ല ഹൽക്കാവുന്നുണ്ട് പച്ച നിറക്കം വരുന്ന മൂത്ത്. അല്ല അതേപോലെ ദേഷ്യപ്പെടും ഏട്ടൻ. എനിക്ക് ഇപ്പൊ ആദ്യമൊന്നും ഹൾക്കിനെ കുറിച്ചൊന്നും ഞാൻ കാണാനില്ല. ഏട്ടൻ കണ്ടതിന് ശേഷം ഞാൻ കാണട്ടോ. അപ്പൊ ഞാൻ പറയും ഇടയ്ക്ക് ദേഷ്യപ്പെടുമ്പോ ഏട്ടനോടും പറയും ഏട്ടൻ ഹൾക്കാവുന്നുണ്ട്, ഏട്ടൻ നല്ല പ്രഷർ കൂടെ ഉണ്ടിട്ടാന്ന് പറയാം. അത് നമ്മുടെ ഒരു മനുഷ്യരുടെ ഇമോഷണൽ കാരണം അങ്ങനെ ആവണത്. ഇപ്പൊ നമുക്ക് പല കാര്യങ്ങളും ഉണ്ട്. ചിലപ്പോ ഇതൊക്കെ ലൈഫിൽ പറയേണ്ടി വരും. ഈ വീഡിയോന്റെ മുന്നിൽ തന്നെ വന്ന് എനിക്ക് പറയേണ്ട അവസ്ഥ നമുക്ക് രണ്ടാക്കും ചിലപ്പോ വരും, ചിലപ്പോ വരുത്തും. അത് വരാതിരിക്കട്ടെ. അപ്പൊ നമുക്കത് വരും. അപ്പൊ അത് ഒന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ നല്ല രീതിയിൽ പോകാനാണ് ഞങ്ങൾ രണ്ടാളും ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ഞങ്ങളുടെ നല്ല ഹാപ്പി ആയ ഒരു ടൈമാണ്. കുറെ ടെൻഷൻസ് ഉണ്ടെങ്കിലും ഞങ്ങളുടെ നല്ല ഹാപ്പി ആയ ടൈമാണ്. അനാവശ്യമായ കാര്യങ്ങൾ എടുത്തിടാറില്ല. മനസ്സിലാക്കുന്നവരുണ്ട്. ഞാൻ ഇതിന്റെ ഇടയില് മനസ്സിലാക്കാത്ത കുറച്ച് പേരുന്നുണ്ട്. കുഞ്ഞാനിപ്പോ അച്ഛന് പറ്റിയ ഭാര്യയല്ല അല്ലാന്നും പറയുന്നവരുണ്ട്. എൻ്റെ ഭർത്താവിന് ഇന്ന് വരെ ഞാൻ ഓക്കെ അല്ലാന്ന് തോന്നിയിട്ടില്ല. എനിക്ക് എൻ്റെ ഭർത്താവ് ഇതുവരെ ഓക്കെ അല്ലാന്ന് തോന്നിയിട്ടില്ല. ഉണ്ടാ ഇല്ല ഞങ്ങൾ കല്യാണമായിട്ട് 10 മാസം. അല്ല പലരും പറയട്ടെ ഞാൻ സത്യം പറഞ്ഞ ഇപ്പൊ ജീവിതം നല്ല രീതിയിൽ ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ട് എല്ലാവരും പറയും നിങ്ങൾ ഡിവോഴ്സ് ആയി കാണാൻ ആഗ്രഹം എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് ഞങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ മനുഷ്യരെന്നല്ലേ നമ്മൾ ഒരാൾ കല്യാണം കഴിക്കുന്നത് നല്ല ഇതിൽ ഭാര്യയും ഭർത്താവായ ഒരു ലൈഫ് അങ്ങനെ ഫാമിലി ആയി കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും അല്ലേ. അപ്പം ഞങ്ങൾ രണ്ടാളും ഇപ്പം എപ്പോഴും നല്ല ഓക്കെ ആയിട്ടാണ് ഞങ്ങൾ നടക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് രണ്ടാൾക്കും അങ്ങോട്ടും ഞങ്ങൾ രണ്ടാളും ഒരു കുറവുമില്ല. ഞങ്ങൾക്ക് തല്ലുപിടുത്തങ്ങളും ഉണ്ടാവാറുണ്ട്. അത് ഞങ്ങൾ പറയാറുണ്ടല്ലോ തല്ലുപിടുത്തം എല്ലാം ഭാര്യയും ഭർത്താവിന്റെ പോലെ ഞങ്ങളുണ്ട്. അതിലാണ് ഏറ്റവും നമ്മ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ല നമ്മ അല്ലേ തീർക്കും. ഞാൻ ചിലപ്പോ വാതിലടച്ചിടും. എന്നറിയോ അതപ്പുറത്ത് തീർന്നിട്ട് പിന്നെ ഞങ്ങൾ വരുന്നത് കെട്ടിപ്പിടിച്ചിട്ടായിരിക്കും. ഞങ്ങൾ പിന്നെ അത് മാത്രല്ല ഞങ്ങൾ തല്ലുണ്ടാക്കി 5 മിനിറ്റ് തിരിഞ്ഞിരുന്നാൽ ഞങ്ങൾക്ക് പിണക്കം മാറ്റാണ്ടിരിക്കില്ല. ഒരു ദിവസം ഞങ്ങൾ നീണ്ടു പോണ പിണക്കുണ്ടാവില്ല. എന്താ വെച്ചാൽ ഞങ്ങൾക്ക് പറ്റില്ല. എന്താ വെച്ചാൽ നീട്ടി കൊണ്ടുപോകാൻ പറ്റുന്ന. പക്ഷെ തല്ലുപിടുത്തം ഉണ്ടാവുന്നതും ഈ പറഞ്ഞ പോലെ ഞങ്ങൾ സ്നേഹം കൂടുതലോട് പറയില്ലേ ഈ ഭാര്യമാർക്കുള്ളൊരു സ്വഭാവമില്ലേ, ചേട്ടൻ അങ്ങനെ ചെയ്തില്ല, ചേട്ടൻ ഇങ്ങനെ ചെയ്തില്ല, അങ്ങനത്തെ നമ്മുടെ പരിഭവങ്ങളും പരാതികളും മാത്രമാണ് ഞങ്ങളുടെ ജീവിതത്തിലുള്ള തല്ലുട്ടാ. ഞങ്ങൾക്ക് അങ്ങനെ വേറെ തല്ല് പിടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാനപ്പ ചിന്തിക്കണത് ഞാൻ ഇങ്ങനെ പൈസ അപ്പൊ കുഞ്ഞൻ തന്നെ പറയും ഇതെന്തത് എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കണേ. പിന്നെ അത് മാത്രല്ല ചില നേരത്തെ ഏട്ടൻ ഡൗൺ ആവുമ്പോ ഞങ്ങൾ തമ്മിൽ കുഞ്ഞ് പിണക്കുണ്ടാവും. ഏട്ടൻ ഇങ്ങനെ മുഖത്ത് പിടിച്ചിരിക്കും. ഞാൻ പറയും ഒന്നിനും പരിഹാരമല്ല നമ്മൾ കുറെ ആലോചിച്ചിരിക്കുന്നത് അല്ലേ. അപ്പൊ ഏട്ടനെ നേരെ ഓക്കെ ആക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെയാണ്. അപ്പൊ ഞാൻ പറയട്ടെ എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ പോകാൻ ആഗ്രഹങ്ങളുള്ള ആൾക്കാരല്ലേ. അപ്പൊ അങ്ങനെ പോകാനായിട്ട് ആൾക്കാർ ഞങ്ങളിപ്പോ കല്യാണം കഴിഞ്ഞൊരു 1.5 കൊല്ലാവാറായി. അപ്പൊ ഞങ്ങൾ ഇതുവരെ നല്ല രീതിയിൽ നല്ലോണം ലൈഫ് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് കൊണ്ടുപോകണമെന്നാണ് ഞങ്ങൾ ആരെയും കണ്ടത് നമ്മളെല്ലാരും കല്യാണം കഴിഞ്ഞാൽ ഒരുമിച്ച് കൂടെ ജീവിക്കാനാ. എനിക്ക് അവരെ കണ്ടു പഠിക്കും ഇവരെ കണ്ടു പഠിക്കും എന്നുള്ള പറയാറുണ്ട്. ഞാൻ വരണ്ട കൊച്ചിനോട് പറയും
പൊന്നു മോനെ എന്നെ കണ്ടുപിടിക്കരുത് കേട്ടാ മോനെ മോളെ. ഞാൻ കാര്യം പറയാം, നമ്മുടെ ലൈഫിൽ ആരെയും കണ്ടു നമ്മൾ പഠിക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ അവരുടെ ഉള്ളിലുള്ള സ്വഭാവം ഒന്നും നമുക്കറിയില്ല. ഇല്ല, ആർക്കും ആരുടെ ഉള്ളിലെ സ്വഭാവം അറിയില്ല. പല പേഴ്സണൽ കാര്യം നമ്മൾ അറിയുള്ളൂ. പലതും നമ്മ അറിയുമ്പോഴായിരിക്കും അതാണ് അതിൻ്റെ ഒരു ത്രോട്ട്. ഞാൻ വലിച്ചു കിട്ടാനില്ല. അപ്പൊ എന്തായാലും ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായി. അപ്പൊ അതുകൊണ്ട് പറഞ്ഞാണ്. ഇമോഷണലി ഞാനിപ്പോ എന്തൊക്കെയോ പറഞ്ഞു. അതെന്റെ വിഷമമാണ്. എനിക്കുള്ളിൽ കുറച്ച് വിഷമങ്ങളുണ്ട്, കുറെ പരിഭവങ്ങളുണ്ട് മനസ്സിൽ. അതൊന്നും ഷെയർ ചെയ്യാൻ എനിക്ക് പറ്റില്ല. ഞാൻ അങ്ങനത്തെ എന്റെ അടുത്ത് മാത്രം ഷെയർ ചെയ്യണം, പുറത്ത് പറഞ്ഞ് ഇതാക്കണം. അല്ല ഏട്ടൻ എന്ന് പറഞ്ഞാൽ വേറെ ഒരാളുടെ അടുത്തും ഷെയർ ചെയ്യില്ല കേട്ടോ. എൻ്റെ അടുത്ത് മാത്രം അങ്ങനത്തെ ഷെയർ ഇല്ല. ഞാനും അങ്ങനെയാണ്, വേറെ ഒരാളുടെ അടുത്ത് ഷെയർ ചെയ്യില്ല. ഏട്ടൻ്റെ അടുത്ത് മാത്രം. നമുക്ക് രണ്ടാക്കിപ്പോൾ പോകാൻ വഴി കണ്ടെത്താൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരുണ്ട് അല്ലേ. ഞങ്ങൾ രണ്ടാളും ഓക്കെയാണ്. ഞങ്ങൾക്ക് രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റിയ ഭാര്യയും ഭർത്താവാണ് അല്ലേ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പറഞ്ഞ് കമന്റ് ഇട്ടിട്ട് ഇതാക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മുടെ ഇമോഷണൽ പറഞ്ഞു ഇനി വരാൻ പോകുന്ന നമ്മുടെ നല്ല നല്ല വീഡിയോസ്, നമ്മുടെ ഉണ്ണിയിലെ കുറെ കാര്യങ്ങളും നമ്മുടെ വാക്കാപ്പും അങ്ങനത്തെ ഒക്കെ ഞങ്ങളുടെ ഇപ്പൊ മൈൻഡിലുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളു. അപ്പൊ നമ്മുടെ നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനി വരുന്നത്. അപ്പൊ നമ്മുടെ ഇമോഷണൽ ഇടയ്ക്ക് നമ്മളൊന്ന് പറയുന്നുള്ളൂ. ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ഉദ്ദേശിച്ചത് ആയി പോയതാണ്. നിവൃത്തികേടാണ് മനുഷ്യനെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കാന്ന് പറയൂലേ, അതേ ഞാനും ചെയ്തോളൂ. അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്റെ കയ്യില് അല്ല സോറി. ഇപ്പൊ ഞങ്ങളുടെ നെഗറ്റീവ് ഇട്ടവരോട് മാത്രമാണ് പറഞ്ഞത്. അല്ല അവരോട് നമ്മള് നമ്മുടെ സ്വഭാവത്തിന് നമ്മളെ കുറിച്ച് പറഞ്ഞൊന്നുമല്ല. അല്ലാണ്ട് നമ്മൾ അവരോട് ദേഷ്യപ്പെട്ട് ഇതാക്കിയതല്ല. നമ്മുടെ ക്യാരക്ടർ എല്ലാം മനസ്സിലാവില്ല, നമ്മൾ അങ്ങനെയല്ല എന്നുള്ള രീതി പറഞ്ഞു തന്നുള്ളൂ കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ അല്ലേ. അപ്പൊ നിർത്താം. അപ്പൊ അടുത്ത വീഡിയോ എത്രയും പെട്ടെന്ന് വരും കേട്ടോ. ബൈ.